ഹായ്, SP അരുളാണ്. ഒരു ചാനൽ ചർച്ച കാണുകയായിരുന്നു. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചർച്ചക്കാരന്മാർക്ക് ഇപ്പോൾ ഫ്ലോറുകളിൽ ഈ ചുവപ്പ് കണ്ട കാളയുടെ അവസ്ഥയാണ്. അങ്ങനെ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഒരു ചാനലിലെ ചർച്ചയാണ്. നിങ്ങളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനോരമ ചാനലിലെ ജിൻഡോ ജോൺ എന്ന് പറയുന്ന ഒരുത്തൻ ചുവപ്പ് കണ്ട കാളയെ പോലെ വന്നിരിക്കുകയാണ്. സാധാരണ ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത് പോലെയാണ്. എന്താണ് സംവാദങ്ങൾ എന്ന് പറഞ്ഞാൽ അത് തർക്കിക്കാനും വിജയിക്കാനും വേണ്ടിയല്ല, അറിയാനും അറിയിക്കാനും വേണ്ടിയാണ് സംവാദങ്ങൾ. പക്ഷേ നിങ്ങൾ ആ ഒരു ആശയം വെച്ചിട്ട് ജിൻഡോ ജോൺ എന്ന് പറയുന്ന ചുവപ്പ് കണ്ട കാളയുടെ ഒരു രീതി നോക്കി, അതായത് ചാവേറാക്കി വിട്ടിരിക്കുകയാണ്. എവിടെയും പോയി പൊട്ടിത്തെറിക്കണം. സുഹൃത്തെ എന്നൊരു വാക്ക് വിളിച്ചപ്പോഴത്തേക്കും കുരു പൊട്ടുന്നുണ്ടെങ്കിൽ ഇവനൊക്കെ ഈ ചാനൽ ചർച്ചയ്ക്കൊക്കെ വരാൻ അർഹനാണോ? എന്നാൽ വലിയ ജനപിന്തുണയോ അല്ലെങ്കിൽ വിമർശിക്കാൻ വരുമ്പോൾ അതിന് വലിയ ആളാണെന്ന് സ്വയം ധരിക്കുകയാണ്. ഒരു ഡിവിഷനിൽ മത്സരിക്കാൻ നിന്നപ്പോൾ പോലും ഏറിക്കയറ്റി വിട്ട ഒരു അഖിലലോക പരാജിതമാണ്. ഈ ഒഴിഞ്ഞ പാത്രത്തിൽ ഒച്ച കൂടുമെന്ന് പറഞ്ഞ കണക്ക് ഫ്ലോറുകളിൽ വന്നിട്ട് പറയേണ്ട കാര്യം പറയുന്നതിനപ്പുറം തട്ടിക്കയറുക, ഹീറോയിസ്റ്റിക് ആകാൻ ശ്രമിക്കുന്നതിൻ്റെ ഗതികേട് എന്താണെന്ന് നിങ്ങൾ കണ്ടേ. അതിനുശേഷം നിങ്ങൾ വിലയിരുത്തൂ, ഇങ്ങനെ ആകണമോ? അതായത് തിരഞ്ഞെടുപ്പ് അടുത്തപ്പോഴത്തേക്കും കോൺഗ്രസ്സുകാരെല്ലാം വിറളി പിടിച്ച അവസ്ഥയിലാണെന്ന് പറയേണ്ടി വരികയാണ്. ഒന്നും മിണ്ടാതിരിക്കുന്ന ഞാൻ പറയട്ടെ. താങ്കൾ തോന്നിയതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടില്ലേ? കള്ളമാണെങ്കിലും കേട്ടിരുന്നില്ലേ? ഇനി ഞാൻ സത്യം പറയുന്ന ഒന്ന് കേൾക്കൂ. എന്നെ സുഹൃത്തൊന്നും വിളിക്കുന്നത്, ഞാൻ താങ്കളുടെ സുഹൃത്തൊന്നുമല്ല. ഞാൻ താങ്കളുടെ സുഹൃത്തല്ല. നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? എന്ത് സൗഹൃദമാണുള്ളത്? നമ്മൾ തമ്മിൽ പരിചയമുണ്ടാവും. ഞാൻ പറയട്ടെ, അല്ലല്ല, നല്ല തരത്തിലുള്ള അഭിപ്രായം പറയുന്നത് ഇങ്ങനെയാണോ? ഇത് കേൾക്കുമ്പോൾ മുമ്പ് അഭിലാഷ് മോഹൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ BJP ഏത് കോൺഗ്രസ് എന്ന് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അറിയാൻ പറ്റുന്നില്ല. കാര്യം ഗാന്ധിയൻ ആശയങ്ങൾ പേർന്നവരെന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ ഇത്രമാത്രം അസഹിഷ്ണുതയുള്ള ഗാന്ധിയന്മാരെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തുകൊണ്ടായിരിക്കും അവരെ വിറളി പിടിപ്പിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു സുഹൃത്ത് എന്ന വാക്കിനെ പോലും അവർക്ക് ഒരു ചാനൽ ചർച്ചയിൽ പരസ്പര ബഹുമാനത്തോടെ ചെയ്യേണ്ട പ്രവൃത്തിയിൽ അതുപോലും കാണിക്കുന്നുണ്ടല്ലെങ്കിൽ ഇവർ ഏതവസ്ഥയിലെത്തി എന്നതിനെ സംബന്ധിച്ച് അഭിലാഷ് മോഹൻ്റെ പഴയൊരു ഇൻ്റർവ്യൂവിലെ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമുണ്ട്. ഇൻ്റർവ്യൂവിലെ ചർച്ചയ്ക്കിടയിലുള്ളതാണ്. അതൊന്ന് കൂടി നിങ്ങളൊന്ന് കേൾക്കണം, എന്നിട്ട് നിങ്ങൾക്ക് വിലയിരുത്താം. സാധാരണഗതിയിൽ നമുക്ക് ഐഡന്റിറ്റിക്കൽ ട്വിൻസിനെ വരെ തിരിച്ചറിയാനുള്ള മാർഗങ്ങളുണ്ട്. ഒരു കാക്കാപ്പുള്ളിയോ മറുകോ എന്തെങ്കിലുമൊക്കെ കാണും. പക്ഷേ ഇവിടെ കോൺഗ്രസിനെയും BJPയെയും തിരിച്ചറിയാൻ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പൊ പ്രത്യേകിച്ച് എങ്ങനെ വേർതിരിച്ചറിയും എന്നുള്ള പ്രശ്നമുണ്ട്. യാതൊരു അടയാളങ്ങളുമില്ല. അത് താനല്ലയോ ഇത് എന്ന് ആർക്കും ആശങ്ക തോന്നുന്ന സാഹചര്യമാണ്. ഒരു ക്രിസംഗി ജിൻഡോയാണ്. വരുംകാലങ്ങളിൽ ക്രിസംഗിയായിട്ട്, അതേ കാസയുടെയൊക്കെ ഓണാളായിട്ട് നടക്കുന്നവരാണ്. ഇവരൊക്കെ സ്വയം മതേതര ചമഞ്ഞ് നടക്കുകയാണ്. ഇവരാണ് ഈ നാട്ടിലെ സ്വയം പ്രഖ്യാപിത അല്ലെങ്കിൽ സതീശൻ്റെ ചാപ്പയോട് കൂടിയിട്ടുള്ള മതേതരരായിട്ട് നടക്കുന്നത്. അല്ലെങ്കിൽ ഇവരാണ് നിലപാടുകളുടെ അപ്പോസ്തലന്മാരായിട്ട് നടക്കുന്നത്. ഇങ്ങനെ ഒച്ചയെടുക്കുകയാണ്. ഒഴിഞ്ഞ പാത്രമാണ്. ഒഴിഞ്ഞ പാത്രത്തിൽ പഠിച്ചുകൊണ്ട് പറഞ്ഞ കുറച്ച് ഡയലോഗുകളുണ്ട്. ഈ ഡയലോഗ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് എടുത്ത് പ്രയോഗിക്കാനോ കാര്യങ്ങളെക്കുറിച്ചൊരു ചുക്കും അറിയില്ല. സ്ഥിരം കുറേ കാര്യങ്ങൾ, അതായത് പല വിഷയങ്ങളെ എടുത്ത് അതിൻ്റെ മുക്കും മൂലയും അരികും എടുത്തിട്ട് തെറ്റിദ്ധരിപ്പിച്ച് വളച്ചൊടിച്ച് പ്രതികരണങ്ങൾ നടത്തിയിട്ട് അത് ആധികാരികമായിട്ട് ചിലർ വിശ്വസിക്കും, കോൺഗ്രസ്സുകാർക്ക് അത് മതിയാകും. പക്ഷേ പറയുന്ന കാര്യങ്ങൾ ഒരു വിഷയത്തെക്കുറിച്ച് സ്പെസിഫിക്കലി സംസാരിക്കാൻ പറഞ്ഞാൽ ആ വിഷയമല്ല, ഈ കാട് കയറി പല വിഷയങ്ങളെ കൂടി കോർത്തിണക്കിക്കൊണ്ട് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആക്കുന്ന ഇതൊക്കെ എന്തോ ഒരു കഴിവെന്നാണ് കരുതുന്നത്. അതിന് ഞാൻ വലിയ വിദ്യാഭ്യാസ യോഗ്യനാണ്. ഈ വിദ്യാഭ്യാസം കൊണ്ടൊന്നും വിവരവും വകതിരിവും ഉണ്ടാവില്ലെന്ന് ഇവരെ പോലുള്ളവരെ കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ? ഒരു വിഷയത്തെ സംബന്ധിച്ച് ആൾക്കാരെ മനസ്സിലാക്കി കൊടുക്കാൻ ഒച്ചപ്പാടും ബഹളമൊന്നും എടുക്കണ്ട. ആ ഒച്ചപ്പാടും ബഹളം എടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ കാര്യമേ ഉള്ളൂ, അയാൾ എന്തായി നിരായുധനായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒച്ചപ്പാടെടുത്ത് മറ്റൊരു ശബ്ദത്തിനെതിരെ ഡയലോഗ് അടിച്ച് അല്ലെങ്കിൽ മേധാവിത്വം പുലർത്തണമെന്ന് വിചാരിക്കുമ്പോൾ സ്വയം പരാജയപ്പെടുന്ന കോൺഗ്രസിൻ്റെ ചാവേറുകൾക്ക് ഇന്ന് സ്റ്റുഡിയോ ഫ്ലോറിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. എല്ലാം ചുവപ്പ് കണ്ട കാളയായിട്ട് അതപ്പതിച്ചിരിക്കുന്നു. ഭരണം നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയാണ്, അല്ലെങ്കിൽ അധികാരത്തിൽ വരാൻ പറ്റില്ല എന്നുള്ള ഒരു ഉൾഭയം ഇവർക്കുണ്ടോ എന്നുകൂടി സംശയിക്കേണ്ട ഒരു അവസ്ഥ ആ ചർച്ച കണ്ടപ്പോൾ തോന്നി. അതാണ് നിങ്ങളെ കൂടി അത് കാട്ടിയത്.